ഹലോ ഗായ്സ്, കേരളക്കര കാത്തിരുന്ന ആ വാർത്തയെത്തിയിരിക്കുകയാണ്. 10-40 വർഷങ്ങൾക്ക് ശേഷം CPM-ന് ഒരു മലയാളിയായിട്ടുള്ള ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരിക്കുന്നു. ദേശീയ ജനറൽ സെക്രട്ടറി, ഇന്ത്യയിലെ CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ഒരു മലയാളി വന്നിരിക്കുന്നു. നമ്മളുടെ എവരുടെയും പ്രിയപ്പെട്ട MA ബേബി ഇന്ത്യയുടെ CPM-ന്റെ പ്രസ്ഥാനത്തിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും വലിയൊരു സ്ഥാനം ഒരു മലയാളിയെ തേടി വരിക എന്ന് പറയുന്നത് ആസ് എ മലയാളി നമുക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന മറ്റ് രണ്ട് പാർട്ടികൾ ഏതൊക്കെയാണ്? കോൺഗ്രസ് ആൻഡ് BJP. ഈ കോൺഗ്രസിനോ BJPക്കോ ഈ കപട മലയാളി സ്നേഹം കാണിക്കാനല്ലാതെ അവർക്ക് അവരുടെ ഒരു പ്രസിഡന്റിനെയോ ഒരു ജനറൽ സെക്രട്ടറിനെയോ മലയാളിയാക്കി വെക്കുവാൻ അവർക്ക് സാധിക്കുമോ? കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ഒരു മലയാളി വരാൻ അവർ സമ്മതിക്കുമോ? കോൺഗ്രസിന്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ശശി തരൂർ ഇറങ്ങിയപ്പോഴും നോർത്ത് ഇന്ത്യൻ ലോബി കാരണം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഈ മലയാളി വിരുദ്ധത, കേരള വിരുദ്ധത കാരണം ദേശീയ പ്രസിഡന്റായിട്ട് ശശി തരൂരിനെ നിലനിർത്തിയില്ല. BJPയുടെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിലോ, BJP ഒരു നോർത്ത് ഇന്ത്യൻ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJP പോലും ഒരു ഒരു പ്രസിഡന്റായിട്ട് അവരുടെ BJPയുടെ ദേശീയ പ്രസിഡന്റായിട്ട് ഒരു മലയാളി വരുവാൻ വേണ്ടിയിട്ട് അവർ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെയുള്ള ഈ BJPയുടെയും കോൺഗ്രസിന്റെയും മലയാളി വിരുദ്ധതയും കേരള വിരുദ്ധതയും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ആകെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറി പോലുള്ള ഇന്ത്യയുടെ മുഴുവൻ CPM-നെ നയിക്കുവാൻ പ്രാപ്തരായിട്ടുള്ള ഒരാളായിട്ട് ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടത്, അല്ലെങ്കിൽ CPM പാർട്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളുടെ ഒരു മലയാളിയാണ് എന്ന് പറയുന്നത് ഏതൊരു മലയാളികൾക്കും ഇന്ന് സന്തോഷിക്കാനും അഭിമാനിക്കുവാനും ഒരു മലയാളി ജനറൽ സെക്രട്ടറി ആയത് മാത്രമല്ല, CPM-ന്റെ കേസിൽ ദേശീയ ജനറൽ സെക്രട്ടറി ആയത് മാത്രമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാരണം, ഒരു മൈനോറിറ്റി വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നു. ഇന്ത്യ പോലുള്ള ഇത്രയും മതങ്ങൾ ഇങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എല്ലായിടത്തും വർഗീയതയും എന്താ എല്ലാവരെയും മതത്തിന്റെ പേരിൽ വിവേചിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ മൈനോറിറ്റിയിൽ നിന്ന് ഒരാൾ CPM-ന്റെ ദേശീയ സെക്രട്ടറി ആകുന്നു. മറ്റേത് പാർട്ടിക്കാണ് ഇത്രയും വലിയ ധൈര്യമുള്ളത്? ഒരു പാർട്ടിയും കേരളത്തെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതിരിക്കുന്ന സമയത്താണ് മലയാളിയായിട്ടുള്ള ഒരാൾ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് CPM-ന്റെ എത്തുന്നത്. 1980-ൽ EMS നമ്പൂതിരിപ്പാട് ദേശീയ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആ ഒരു സ്ഥാനത്തേക്ക് ഒരു മലയാളിയെയും ഇന്നേ വരെ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ എടുക്കാനുള്ള ആർജവം അവരും കാണിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് കാലം മാറി, അവസ്ഥകൾ മാറി, സിറ്റുവേഷൻസ് മാറിയപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, കേരളത്തെ അവഗണിച്ചുകൊണ്ട്, കേരളക്കാരെ അവഗണിച്ചുകൊണ്ട്, മലയാളിയെ അവഗണിച്ചുകൊണ്ട് CPM-ന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, CPM മാത്രമല്ല മറ്റെല്ലാ പാർട്ടിക്കാരും ഈ രീതിയിലേക്ക് വരും. ഇപ്പോൾ നിലവിൽ CPM മലയാളികളെയും കൂടെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം മലയാളികൾക്ക് നൽകിയിരിക്കുകയാണ്. ബംഗാൾ ഘടകവും തെലുങ്കാന ഘടകവും ഒക്കെ പറഞ്ഞു, സാധാരണ മലയാളികളെ നമ്മൾ ദേശീയ സെക്രട്ടറി ആക്കാറില്ലല്ലോ, ഞങ്ങളുടെ ബംഗാളിൽ നിന്നുള്ള ഞങ്ങളുടെ ആരെങ്കിലും ദേശീയ സെക്രട്ടറി ആയിക്കൂടെ. തമിഴ്നാട് ഘടകം പറഞ്ഞു, ഞങ്ങളെ ആക്കിക്കൂടെ. തെലുങ്കാന ഘടകം, ബംഗാൾ ഘടകം, അങ്ങനെ ഈ പാർട്ടി എന്ന് പറയുന്നത് ഏകദേശം കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയല്ല. ഇത് ദേശീയ രാഷ്ട്രീയത്തിലടക്കം കൃത്യമായ ചരട് വലിക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയാണ് ഈ CPM എന്ന് പറയുന്നത്. അത്രയും വലിയൊരു ദേശീയ പ്രസ്ഥാനത്തെ, അല്ലെങ്കിൽ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെ പ്രതിനിധീകരിക്കുവാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ഒരു വ്യക്തിയേ ഉള്ളൂ. അതെന്ന് പറയുന്ന ആ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ആ ജനറൽ സെക്രട്ടറി സ്ഥാനം, അതായത് ലോകത്തിന് മുന്നിൽ ചൈനയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നരേന്ദ്രമോദി ചിലപ്പോൾ വന്ന് സഹായം ചോദിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മലയാളിയായിട്ടുള്ള MA ബേബിയോടായിരിക്കും. അതേ ബേബിച്ച, നമുക്കൊരു ഇഷ്യൂ ഉണ്ട്, ചൈനയിൽ നമുക്ക് കുറച്ച് പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ചൈന നമ്മളെ കൂടുതൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറിന്റെ പാർട്ടിക്കാരാണല്ലോ, കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ചൈന. അപ്പോൾ MA ബേബി പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ ജി ഷിങ് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കാൻ വേണ്ടി പോകുന്നത് മലയാളിയായിട്ടുള്ള MA ബേബിയോടായിരിക്കും. അതായത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഇനി, അല്ലെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ പൊളിറ്റിക്സ്, ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് വരെ സംസാരിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവായിട്ടാണ് MA ബേബിയെ, അല്ലെങ്കിൽ CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയെ മലയാളികൾ കാണുന്നത്, ലോകം കാണുന്നത്, ഇന്ത്യ കാണുന്നത്. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ചൈനയായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുന്നു, അമേരിക്കയായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുന്നു, ചൈന എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ക്യൂബയായിട്ട് ഒരു ഇഷ്യൂ വരുന്നു, ഈ പറയുന്ന നരേന്ദ്രമോദി അവിടെ ചെന്നിട്ട് ഷിങ് ചിങ് ചുൻ ഞങ്ങളെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞാൽ ഷിങ് ചിങ് ചുൻ കേൾക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, കേൾക്കില്ല. അദ്ദേഹം കേൾക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു ഇന്ത്യക്കാരൻ പറയണം.
അപ്പോൾ നരേന്ദ്രമോദി ചിന്തിക്കും, ആരാണ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള നല്ലൊരു ഇന്ത്യക്കാരൻ ചൈനയായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ത്യയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, ചൈനയോടുള്ള സമാധാന ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ആരാണ് ഈ കേരളത്തിലുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഇന്ത്യയിലുള്ളത് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അത് സാക്ഷാൽ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട MA ബേബിച്ചനാണ്. സോ ഇനി ബേബിച്ചനാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ രാജ്യാന്തര വിപണിയിലും അല്ലെങ്കിൽ രാജ്യാന്തര ഇടപെടലുകളും ഒക്കെ നടത്താൻ വേണ്ടി പോകുന്നത് ബേബിച്ചനാണ്. So as a Malayali, this is something to be celebrated. This is something to be proud. ആനന്ദാശ്രു മലയാളി പൊഴിക്കുന്നു. ദേശീയ ജനറൽ സെക്രട്ടറിയായി MA ബേബി. CPM-ന് പറ്റില്ല, സോറി, BJP-ക്ക് പറ്റില്ല, കോൺഗ്രസിന് ഒരിക്കലും പറ്റില്ല. ആ സമയത്താണ് CPM ഇത്രയും വലിയൊരു അവാർഡ് മലയാളികൾക്ക് നൽകിയിട്ടുള്ളത്. Thank you so much, CPM. You are doing a wonderful job. Thank you so much.